എന്നിട്ടിനി സുരക്ഷിതമായി നിങ്ങളെ നാട്ടിൽ തിരികെ എത്തിക്കണം. അതും എൻ്റെ കാറിൽ, ഞാൻ പെട്രോൾ അടിച്ചിട്ട്. എന്നിട്ടെൻ്റെ തലേക്കറി നിരങ്ങാൻ വരല്ലേ. അതേറ്റെന്ന് തോന്നുന്നു. ആന്റി എന്ത് പറഞ്ഞാലും ആ പടം കാണിച്ചേ പറ്റൂ. അതെ ആന്റി, ആ പടം വരച്ച് കിട്ടാൻ വേണ്ടിയാ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടത്. ഇപ്പൊ കാണിച്ചു തരാൻ സൗകര്യം ഇല്ലെങ്കിലോ? സൗകര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ഞങ്ങളെ പിടിച്ചു വാങ്ങിച്ചു കാണും. ഈ പിള്ളേര് കൊള്ളാലോ. ചോദിക്ക്. മര്യാദയ്ക്ക് കാണിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങും ഞങ്ങള്. അയ്യേ, നിങ്ങൾ പെട്ടെന്നങ്ങ് സീരിയസ് ആയോ? ആന്റി ഒരു തമാശ പറഞ്ഞല്ലേ. മക്കൾക്ക് ഈ പടം കണ്ടാ പോരെ? ഇതാ കണ്ടോ? അയ്യോ അയ്യോ അയ്യോ, ആന്റി പടം. അയ്യോ, പടം കളഞ്ഞു പോയല്ലോ. വണ്ടി നിർത്ത്. എന്ത് എന്താ പറഞ്ഞ? കേട്ടില്ല. വണ്ടി നിർത്താനാ പറഞ്ഞത്. കേട്ടില്ലാന്ന്. ആന്റി പ്ലീസ് ആന്റി, വണ്ടി ഒന്ന് നിർത്തോ. ഞങ്ങൾ ആ പടം ഒന്ന് കണ്ടോട്ടെ. ഈ വണ്ടി അങ്ങനെ തോന്നിയെടുത്ത് നിർത്താനൊന്നും പറ്റില്ല. ഞാനേ കാശ് കൊടുത്ത് വാങ്ങിയ വണ്ടിയാ ഇത്. ഞാൻ പറയുന്നിടത്തേത് നിൽക്കൂ. ഓ അങ്ങനെയാണല്ലേ. പിന്നെന്താ, അങ്ങനെ തന്നെ. എന്നാ കണ്ടോ. പപ്പി ചാടിക്കോ. അയ്യോ സത്യം. വണ്ടി നിർത്ത്. പപ്പി ഓടിക്കോ. വാ പപ്പി, വേഗം വാ. ഈ മുടിഞ്ഞ പിശാചുക്കളെ കൊണ്ട് പെരുങ്കല്ലേ. നിക്കവിടെ. നിക്ക് പിള്ളേരെ, നിക്കാൻ. അവിടെ നിക്ക്. നീ പോടി. ഓടല്ലേ, നിക്ക്. പപ്പി നമുക്കവിടെ ഒളിക്കാം. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കുട്ടിപ്പിശാചുകളെ. അയ്യോ, എനിക്ക് തോന്നിയതായിരിക്കോ? ചുമ്മാ പേടിപ്പിക്കാൻ നോക്കാതെ. ഇത് മേയറാ, മേയർ. UK-ലെ രാജശേഖരന്റെയും സരളയുടെയും മോള്. അയ്യോ, പോയിന്ന് തോന്നുന്നു. വാ. വണ്ടി എടുക്ക. എന്താ മാഡം? ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് പോവാം. വണ്ടി എടുക്ക. മാഡം, ആ കുട്ടികൾ. ഓ, കുട്ടികള് തേങ്ങാ കൊല. കുട്ടികളൊന്നും അല്ലടോ അവര്, കുട്ടി പിശാചുക്കളാ. അതുങ്ങൾ കാട്ടിക്കിടന്ന് ചത്ത് തൊലഞ്ഞാലും എനിക്കൊരു ചുണ്ണാമ്പൂല്ല. താ വണ്ടി എടുക്കാൻ നോക്ക്.
മാഡം ദേ, ആരെങ്കിലും ചോദിച്ചാൽ ആ കുട്ടിപ്പിശാചുക്കളെ നമ്മൾ കണ്ടിട്ടുമില്ല, അവർ നമ്മുടെ വണ്ടിയിൽ കയറിയിട്ടുമില്ല. മനസ്സിലായടോ? അല്ല മാഡം അത് എടോ, മനസ്സിലായോന്ന്? മനസ്സിലായി മാഡം. എന്നാ വണ്ടി എടുക്ക്. എന്തായടോ? സിഗ്നൽ ഇടി സാറേ. എവിടെ? മീൻപാറയിലെ വനത്തിലാണ് സാറേ സിഗ്നൽ കാണിക്കുന്നത്. മീൻപാറയിലെ വനത്തിലോ? അതെ സാറേ, വനത്തിൽ തന്നെ. ഹലോ, മീൻപാറയിലെ വനത്തിലോ? ഈശ്വര. നാസ്, യെസ് മാഡം. സത്യയുടെ ഫോൺ സിഗ്നല് മീൻപാറ ഉൾവനത്തിലേക്ക് പോവാണോ? എന്ന് വേണം മാഡം കരുതാൻ. സിഗ്നൽ ഇടയ്ക്കിടയ്ക്ക് കട്ടാകുന്നുണ്ട്. അതെ, ഇപ്പൊ കട്ടായിരിക്കുക സാർ. നാസ്, യെസ് മാഡം. കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തേക്കണേ. ഞാൻ മീൻപാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ എത്തിച്ചേരാൻ കുറച്ച് സമയമെടുക്കും. ഞാനിവിടെ തന്നെ ഉണ്ട് മാഡം, എങ്ങോട്ടും പോവില്ല. ശരി. മോളെ, കുട്ടികൾ മീൻപാറ വനത്തിലാണെന്നാണ് പറയുന്നത്. അതെ രാംബേട്ട. വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ആ സ്ഥലം ഇത്രയും അപകടം പിടിച്ചതാ. അറിയും. അവർ എന്തിനാ വനത്തിലേക്ക് പോയത്? പപ്പി അന്വേഷിച്ച് രോഹിത്തും മറ്റും എത്തിയിട്ടുണ്ടല്ലോ. അവളുടെ വിവരം അറിയാതെ അവര് വിഷമിക്കുന്നുണ്ടാവും. പിടിപ്പ് കിടന്നല്ല, എന്താ പറയുക? ഇയാൾ ഒറ്റയാളുടെ പിടിപ്പ് കൊണ്ടാ നമ്മൾ ഇത്രയും ദൂരം വന്ന് ചങ്കിൽ തീയും വെച്ച് അലയേണ്ടി വന്നത്. കുറ്റം എന്റെ മാത്രമാണോ രോഹിത്തെ? പിന്നെ ആരുടെ കുറ്റമാണെന്നാ? കുഞ്ഞേച്ചി കേക്കട്ടെ. പപ്പിയെ പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അറിയാൻ കുഞ്ഞേച്ചി വഴിയുണ്ടാക്കും. ഹലോ, പിന്നെ ആരുടെ കുറ്റം വെച്ചാമേ? അമ്മമാരല്ലേ കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്? അതോ ദിവസം രാവിലെ ഹോട്ടലിലേക്ക് കെട്ടി ഒരുങ്ങി പോകുന്ന ഞാനോ? ബിസിനസിന്റെ കാര്യങ്ങൾ തന്നെ എന്റെ തലയിൽ നിൽക്കുന്നില്ല. ആ ഞാനാണോ നീ അവളുടെ കാര്യം കൂടി അന്വേഷിക്കാൻ പോകുന്നത്? സത്യം കുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയെന്ന് പറഞ്ഞപ്പോ തന്നെ അവൾ ഇനി എന്തെങ്കിലും സാഹസം കാട്ടുമെന്ന് കരുതണമായിരുന്നു നീ. അതിന് സത്യമ്മ അവളെ വഴക്ക് പറഞ്ഞല്ലോ, ശിക്ഷയും കൊടുത്തു. പിന്നെ അവളിങ്ങനെ കാട്ടുമെന്ന് ഞാൻ കരുതോ? ശിക്ഷ വഴക്കൊന്നും അല്ല ശ്യാമ വേണ്ടത്. അതുകൊണ്ടൊന്നും ആരും തിരുത്താനും പറ്റില്ല. സത്യമ്മയുടെ പ്രായത്തിലുള്ള ഒരാൾ ചെയ്യേണ്ടതേ സത്യമ്മ ചെയ്തിട്ടുള്ളൂ. അതേസമയം നീ ഒരു അമ്മയാ. സ്നേഹം കൊണ്ട് തിരുത്തേണ്ടവളും നേർവഴിക്ക് നടത്തേണ്ടവളും. ഹലോ മാഡം. പിന്നീട് സിഗ്നൽ കിട്ടിയോ നാസ്?
ഇല്ല മാഡം, കട്ടായി കിടക്കുക. കൂട്ടത്തിലുള്ള രണ്ടാമത്തെ കുട്ടി സത്യഭാമയുടെ കൊച്ചുമകളാണെന്ന് പറഞ്ഞിരുന്നില്ലേ? യെസ് മാഡം. കുട്ടികൾ മീൻപാറ വനത്തിലാണുള്ളതെന്ന് അവരോട് പറഞ്ഞിരുന്നോ? സോറി മാഡം, തിരക്കിനിടയിൽ ഞാൻ... കാണാതെ കുട്ടികളിൽ ഒരാളുടെ മാതാപിതാക്കളെ വിവരം അറിയിച്ചു കഴിഞ്ഞുള്ള തിരക്കൊക്കെ മതി. യെസ് മാഡം. ആ കുട്ടിയുടെ അച്ഛന് നമ്പർ തന്നിട്ടില്ലേ? ആ നമ്പറിൽ അപ് ടു ഡേറ്റ് ആയിട്ട് വിവരങ്ങൾ കൊടുക്കണം. യെസ് മാഡം. എങ്കിൽ ശരി, സിഗ്നൽ വീണ്ടും കിട്ടിയാൽ അപ്പനെ വീണ്ടും വിളിക്കണം. ഓക്കെ മാഡം. അതാ ശ്യാമ പറഞ്ഞത്, കുറച്ചെങ്കിലും പിടിപ്പുണ്ടാവണമെന്ന്. ഹലോ, ആ പറയണം സർ. മൈ ഗോഡ്, മീൻപാറയിലെ വനത്തിലേക്കാണ് പോയിരിക്കുന്നത്. ടെൻഷൻ ആവേണ്ട സാർ, നമ്മുടെ പോലീസും രക്ഷാ സംവിധാനങ്ങളെല്ലാം സ്പോട്ടിലുണ്ടാവും. വിവരങ്ങൾ അപ്പം തന്നെ ഞങ്ങൾ അറിയിച്ചോളാം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് ഓക്കെ സാർ. എന്താടാ? പപ്പിമോള് മീൻപാറയിലെ വനത്തിലാണെന്ന്. നിങ്ങൾ വിഷമിക്കാതിരിക്കേ. വനത്തിലോ കയത്തിലോ എവിടേക്കാണെങ്കിലും നമ്മുടെ പപ്പിമോൾക്ക് ഒരു ആപത്തും വരാതെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. നമ്മളെ അന്വേഷിച്ചു വരുമോ? ഏയ്, പക്ഷെ കാണുന്നില്ലല്ലോ. എന്താ സത്യ? ആ പടം അതിവിടെയല്ലേ അവരെറിഞ്ഞു കളഞ്ഞത്? അതേന്ന് തോന്നുന്നു. എന്നിട്ട് കാണുന്നില്ലല്ലോ. ഇവിടെ എല്ലായിടവും കാണാൻ ഒരുപോലെയാ. അതെ പപ്പി, ഇവിടെ തന്നെയാ, എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് പോയി ആ പടം കാറ്റത്ത് പറന്നുപോയി കാണും. അയ്യോ, അപ്പനെ എന്ത് ചെയ്യാം? നമുക്ക് തെരഞ്ഞു കണ്ടുപിടിക്കാന്നേ. എവിടെ? ഈ കാട്ടിലോ? ആ, നമ്മൾ ഒറ്റയ്ക്കോ? വേറെ ആര് സഹായിക്കാനാ? അതിനു വേണ്ടിയല്ലേ നമ്മൾ വന്നത്. എന്നാ വാ. സത്യം, എനിക്ക് പേടിയാവുന്നുണ്ട്. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. വാ. രാമേട്ടാ, മോളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വിവരം അറിയിച്ചിട്ടില്ലേ? ഉണ്ട് മോളെ, അവർ നമ്മളെ കാത്ത് നിൽക്കുക. നമ്മുടെ ഫുൾ ടീം ഗ്രൗണ്ടിലുണ്ടെന്ന് ഉറപ്പാണല്ലോ അല്ലേ? യെസ് മാഡം. സിക്ക് ലീവിലുള്ള 2 പേരൊഴികെ ഒന്നിനൊരു കുറവുള്ളതായി അവർക്ക് തോന്നരുത്. ജില്ലാ കളക്ടറുടെ കുട്ടിയെയാണ് കാണാതായിരിക്കുന്നത്. കൂട്ടത്തിലുള്ള കുട്ടിയും ഒരു കോടീശ്വര കുടുംബത്തിലെ അനന്തരാവകാശിയാ. നമ്മളെ കൊണ്ട് ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ മാഡം. എന്ത് ചെയ്തിട്ടെന്താടോ?
ഈ മീൻപാറ വനത്തിൽ കാണാതായ ആരെങ്കിലും ഇതുവരെ കണ്ടെത്തിയ ചരിത്രമുണ്ടോ? ഇതിപ്പോ കൊച്ചു കുഞ്ഞുങ്ങളാ. ആ, കളക്ടറാണല്ലോ. മാം, റേഞ്ച് ഓഫീസർ ലതിക. കുട്ടികൾക്കായുള്ള സെർച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ സെർച്ച് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു മാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സൗത്ത് വിങ്ങിലുള്ള ഗാർഡുമാരെല്ലാം മീൻപാറ വനത്തിലുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഫയർ ആൻഡ് സേഫ്റ്റി റെസ്ക്യൂ ടീമും സജ്ജമാണ്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വൈദഗ്ധ്യമുള്ള കൊച്ചി നേവൽ ബേസിലെ റെസ്ക്യൂ ടീം ഓൺ ദ വേ ആണ്. മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു മാം. ഓപ്പറേഷനെ കുറിച്ച് എന്താ ലതികയുടെ ഒരു അസസ്മെന്റ്? ഇതൊക്കെ നമുക്ക് പ്രയാസമുള്ള ദൗത്യമല്ല മാം. കൺട്രോൾ റൂമിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് അവരുടെ ഫോൺ ഇപ്പോൾ സിഗ്നൽ കാട്ടുന്നത് അപകട മേഖലയിലല്ല. രാത്രിയായ തെരച്ചിൽ കുറച്ച് ദുഷ്കരമാണ്. അതുകൊണ്ടാണ് മേഡം എത്തുന്നതിന് മുമ്പേ തെരച്ചിൽ ആരംഭിച്ചത്. ഗുഡ്. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ അല്ലേ? ഷുവർ മാഡം. എന്നാ പോവാം നമുക്ക്. യെസ് മാഡം. ഓഫീസർ, 1 മിനിറ്റ്. എന്താ മാം? നമ്മൾ ഒന്നിച്ചാണ് പോകുന്നത്. പിന്നെ കുട്ടികളുണ്ടെന്ന് നമ്മൾ സംശയിക്കുന്ന സ്ഥലത്തേക്ക് കാടിന്റെ 2 ദിശകളിലൂടെ എത്തിച്ചേരണം. ഒരുപക്ഷെ കുട്ടികൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സ്വമേധയാ എവിടേക്കെങ്കിലും പോവുകയോ ഭയന്നോടുകയോ ചെയ്താൽ 2 ടീമുകളിൽ ഒരു ടീമിന്റെ മുന്നിൽ വന്ന് പെടും. മാം, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അപ്പൊ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഓക്കെ മാഡം. സ്റ്റോപ്പ് ചെയ്യാം. റിവേഴ്സ് എടുക്ക. നിർത്ത. ആ ബാഗ് എടുക്ക. ആ തുറക്ക്. അതിൽ ബുക്സ് ഉണ്ടെങ്കിൽ ആരുടെ ബാഗാണെന്ന് പേര് നോക്കി അറിയാം. എസ് സത്യഭാമ. SR പത്മിനി. കണക്ക് കൂട്ടിയത് തന്നെ. കൺട്രോൾ റൂമിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണ്. കുട്ടികൾ കാട്ടിനുള്ളിൽ തന്നെയാണ്. പക്ഷേ അവരെന്തിനാ ഇവിടെ ബാഗ് ഉപേക്ഷിച്ച് പോകണം മാഡം? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഒരു പ്രൈമറി സ്കൂൾ സ്റ്റുഡന്റ് ഇതുപോലൊരു സ്ഥലത്ത് ബാഗ് ഉപേക്ഷിച്ച് പോണെങ്കിൽ അതിനർത്ഥം ആ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടികൾ അപകടത്തിലാണെന്നാണ്. ബാഗ് നഷ്ടപ്പെടാനുള്ളൊരു സാഹചര്യം അവർക്കുണ്ടായിട്ടുണ്ടാവും. ബാഗ് അവർക്കൊരു ഭാരമായിട്ടുണ്ടാവും. അപ്പോ നമ്മൾ കാട്ടിലേക്ക് ഇറങ്ങുന്നു സുനിതെ. പഴക്ക സമയമില്ല. മാഡം, സന്ധ്യയാവാറായി. രാത്രിയായ ചതിക്കുഴികൾ പതിയിരിക്കുന്ന കാടാണ്. നടന്നു പോകുമ്പോൾ കാലിൽ പിടിച്ചു വലിച്ച് താഴ്ത്തുന്ന ചതുപ്പുകളും
വന്യമൃഗങ്ങളും ഒക്കെ ഉണ്ട്.